നമസ്കാരം. സിറ്റി ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. വികലാംഗർ നേരിടുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സർക്കാർ മുൻകൈയെടുക്കുമെന്ന് മന്ത്രി കെ.പി. മോഹനൻ. ഡിഫറൻഷ്യലി ഏബിൾഡ് വെൽഫെയർ സെന്റർ ജില്ലാ സമ്മേളനം കാസർഗോഡ് നടന്നു. നിർമ്മാണ മേഖലയിലെ പ്രതിസന്ധി. നിർമ്മാണ തൊഴിലാളി ഫെഡറേഷൻ CITU ലേബർ ഓഫീസിലേക്ക് മാർച്ച് നടത്തി. കാഞ്ഞങ്ങാട്ടെ വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ കുടുംബസംഗമം നടന്നു. നയാബസാറിലെ തീപിടുത്തം സാഹസികമായി നേരിട്ട മുരളീധരനെ ആദരിച്ചു. സർവീസിൽ നിന്നും വിരമിക്കുന്ന അധ്യാപകർക്ക് വിവിധ അധ്യാപക സംഘടനകളുടെ ആദരം. സാന്ത്വന ചികിത്സാ രംഗത്ത് കൈത്താങ്ങൊരുക്കാൻ രാവണീശ്വരം പാലിയേറ്റീവ് കെയർ സൊസൈറ്റി നിലവിൽ വന്നു. പാർക്കോ ക്ലബിന്റെ രജത ജൂബിലി ആഘോഷം. സംസ്ഥാന ക്ലബ്ബ് ഫുട്ബോൾ മേള 2-ന് തുടങ്ങും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ. പെരളത്ത് വയൽ അരയാൽ കീഴിൽ ചാമുണ്ടിയമ്മ വിഷ്ണുമൂർത്തി ദേവസ്ഥാനം വയൽക്കോല മഹോത്സവത്തിനൊരുങ്ങി ആദ്യ ഫണ്ട് ശേഖരിച്ചു. വാർത്തകൾ വിശദമായി. വികലാംഗർ നേരിടുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സർക്കാർ മുൻകൈയെടുക്കുമെന്ന് കൃഷിമന്ത്രി കെ.പി. മോഹനൻ പറഞ്ഞു. ഡിഫറൻഷ്യലി ഏബിൾഡ് വെൽഫെയർ സെന്റർ ജില്ലാ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഡിഫറൻഷ്യലി ഏബിൾഡ് വെൽഫെയർ സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ ഇന്ന് ഇത്തരത്തിലൊരു സമ്മേളനം സംഘടിപ്പിച്ചിരിക്കുന്നു. ഒരുപാട് വേദനകളും പരിവേദനകളും ഉള്ളവരാണ് നമ്മളൊക്കെ തന്നെ. അത് വ്യത്യസ്തതയുള്ളവരായാലും അല്ലാത്ത മനുഷ്യരായാലും ഒക്കെ തന്നെയാണ്. പക്ഷെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം മനുഷ്യരുടെ മറ്റു സമൂഹത്തിൽ നിന്നും വേറിട്ട് നിൽക്കുന്നു എന്ന ഒരു ചിന്ത മനസ്സിലുണ്ട്. ആദ്യമായിട്ട് ആ ബോധം കൈവിടണം എന്നതാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. നമ്മളൊക്കെ തന്നെ ഇതുപോലെയുള്ളവരാണ്. ഒരർത്ഥത്തിൽ അല്ലെങ്കിൽ മറ്റൊരർത്ഥത്തിൽ എല്ലാ മനുഷ്യരും ഇത്തരത്തിലുള്ള വ്യത്യസ്തതയുള്ളവരാണ്. അപ്പം അതിനൊരു മാറ്റം വരുത്താൻ വേണ്ടി ഈ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ഒരുപാട് സാമൂഹ്യ നീതി പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് സഹായങ്ങൾ നൽകി വരികയാണ്. കാസർഗോഡ് മുനിസിപ്പൽ കോൺഫറൻസ് ഹാളിൽ നടന്ന ജില്ലാ സമ്മേളനത്തിൽ ജനതാദൾ യുണൈറ്റഡ് ജില്ലാ പ്രസിഡന്റ് A.V. രാമകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. JDU സംസ്ഥാന ജനറൽ സെക്രട്ടറി ഷെയ്ഖ് P. ഹാരിസ്, K. അനീഷ്, K.M. ഹാരിസ്, P. കോരൻ മാസ്റ്റർ, സിദ്ദീഖ് അലി മൊഗ്രാൽ, പ്രൊഫസർ A.K. ശങ്കരൻ, നവാസ് മഞ്ചേശ്വരം തുടങ്ങിയവർ സംസാരിച്ചു. നിർമ്മാണ മേഖലയിൽ ഉടലെടുത്ത പ്രതിസന്ധി പരിഹരിക്കണമെന്ന ആവശ്യം. വിവിധ ആവശ്യങ്ങൾ ഉയർത്തി നിർമ്മാണ തൊഴിലാളി യൂണിയൻ CITUവിന്റെ നേതൃത്വത്തിൽ ലേബർ ഓഫീസുകളിലേക്ക് മാർച്ച് നടത്തി. മാർച്ചിൽ പ്രതിഷേധമിരമ്പി. ക്ഷേമനിധിയെ തകർക്കാനുള്ള നീക്കം ഉപേക്ഷിക്കുക, സെസ് പിരിവ് കാര്യക്ഷമമാക്കുക, നിർമ്മാണ വസ്തുക്കളുടെ വിലകയറ്റം തടയുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉയർത്തിയാണ് സമരം നടന്നത്. കാസർഗോഡ് കാഞ്ഞങ്ങാട് ലേബർ ഓഫീസുകളിലേക്ക് മാർച്ചും ധർണയും നടന്നു. CITU ജില്ലാ പ്രസിഡന്റ് K. ബാലകൃഷ്ണൻ മാർച്ച് ഉദ്ഘാടനം ചെയ്തു. ഈ കേരളത്തിൽ തന്നെ ഏകദേശം 25 ലക്ഷത്തോളം വരുന്ന ഈ കേരള സംസ്ഥാനത്തിലെ തൊഴിലാളികൾ, സ്ത്രീകളും പുരുഷന്മാരുമായിട്ടുള്ള 25 ലക്ഷത്തോളം വരുന്ന തൊഴിലാളികൾ ഈ സംസ്ഥാനത്ത് നിർമ്മാണ മേഖലയിൽ നേരിട്ട് പണിയെടുക്കുന്നുണ്ട് എന്നുള്ളതാണ് ഒരു ഏകദേശ കണക്ക്. അതിനു പുറമെയാണ് കേരളത്തിലേക്ക് അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്ന ലക്ഷക്കണക്കായ തൊഴിലാളികൾ. ഇവരെല്ലാം ചേർന്നാൽ ഒരു 19 ലക്ഷത്തോളം വരുന്ന തൊഴിലാളികൾ വരും. 19 ലക്ഷത്തോളം വരുന്ന തൊഴിലാളികളും അവരെ ആശ്രയിച്ചു കഴിയുന്ന കുടുംബാംഗങ്ങളും എന്ന് എല്ലാം പറഞ്ഞാൽ ഈ സമൂഹത്തിലെ അല്ലെങ്കിൽ രാജ്യത്തെ ജനസംഖ്യയിലെ ഏറ്റവും നിർണായകമായ ഒരു ഘടകമാണ്. ഇവരുടെ എല്ലാം ജോലി ചെയ്യുന്നതിന്റെ ഫലമായിട്ട് ലഭിച്ചുകൊണ്ടിരിക്കുന്ന വരുമാനം അതെല്ലാം തന്നെ നമ്മുടെ രാജ്യത്തിന്റെ വിവിധ മേഖലകളിലേക്ക് വ്യാപരിക്കുകയാണ്. M. അമ്പൂഞ്ഞി അധ്യക്ഷനായി. MV കുഞ്ഞമ്പു, I. കുഞ്ഞിക്കണ്ണൻ, P. കൃഷ്ണൻ, U. തമ്പ നായർ എന്നിവർ സംസാരിച്ചു. ബല്ലാരാജൻ സ്വാഗതം പറഞ്ഞു. കോട്ടച്ചേരി ട്രാഫിക് സർക്കിളിൽ നിന്നും ആരംഭിച്ച പ്രകടനത്തിൽ നിരവധി തൊഴിലാളികൾ പങ്കെടുത്തു.
കാഞ്ഞങ്ങാട്ട് വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ കുടുംബസംഗമം നടന്നു. ഒഴിഞ്ഞവളപ്പ് മലബാർ ഓഷ്യൻ റിസോർട്ടിലാണ് കുടുംബസംഗമം നടന്നത്. കാഞ്ഞങ്ങാട് വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ കുടുംബസംഗമം ജില്ലാ പ്രസിഡന്റ് അഹമ്മദ് ഷെരീഫ് ഉദ്ഘാടനം ചെയ്തു. ഇന്ന് പല സംഘടനകളും, ഏത് രാഷ്ട്രീയ പാർട്ടിയായാലും ഏത് സംഘടനയും അവരവരുടെ സ്വാർത്ഥ താല്പര്യം മാത്രം കണക്കിലെടുത്ത് മുന്നോട്ട് പോകുമ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായ രീതിയിൽ സമൂഹത്തിന്റെ നന്മയ്ക്ക് വേണ്ടി, കഷ്ടത അനുഭവിക്കുന്നതിന്റെ കൈപിടിച്ച് സമൂഹത്തിലേക്ക് ഉന്നതങ്ങളിൽ ഉയർത്തുന്നതിന് വേണ്ടി, ഒരുപാട് പ്രതിസന്ധികളിൽ നിന്ന് തരണം ചെയ്യുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതിന് വേണ്ടി കാഞ്ഞങ്ങാട് മർച്ചന്റ് അസോസിയേഷന്റെ പ്രസിഡന്റ് സി യൂസഫ് ഹാജിയുടെ നേതൃത്വത്തിലുള്ള ഭരണസമിതിയും പ്രവർത്തകരും നെട്ടോട്ടം ഓടുകയാണ്. എവിടെ നോക്കിയാലും ഏത് വികസന പ്രവർത്തന രംഗത്തായാലും KMAയുടെ ഒരു പങ്ക് അതിലുണ്ടാവും. ആ രീതിയിൽ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചു, കാണിയൂർ പാത ഏറ്റവും വലിയൊരു പ്രതിസന്ധി ഉണ്ടായിരുന്ന സംഭവമായിരുന്നു. അത് വലിയൊരു ഇടപെടൽ നടത്തിക്കൊണ്ട് ഡൽഹിയിലടക്കം പോയി നമ്മുടെ CA പീറ്റർ ഉൾപ്പെടെയുള്ള ഭാരവാഹികൾ ഡൽഹിയിലൊക്കെ പോയി കാഞ്ഞങ്ങാടിലെ വിവിധ സാമൂഹിക, സാംസ്കാരിക, രാഷ്ട്രീയ രംഗത്തുള്ളവരെയൊക്കെ ഒരു കുടക്കീഴിൽ അണിനിർത്തിക്കൊണ്ട് ശ്രീ യൂസഫ് ഹാജിയുടെ നേതൃത്വത്തിൽ ശ്രീ അസ്ലം പടിഞ്ഞാറ് അവരൊക്കെ വളരെയധികം ത്യാഗങ്ങൾ സഹിച്ചുകൊണ്ട് ഇന്നതൊരു യാഥാർത്ഥ്യത്തിലേക്ക് എത്താൻ പോവുകയാണ്. സി യൂസഫ് ഹാജി അധ്യക്ഷനായി. നയാ ബസാറിലെ ഹോട്ടലിൽ തീ പടരാതെ രക്ഷകനായെത്തിയ മുരളീധരനെ ചടങ്ങിൽ അനുമോദിച്ചു. വിവിധ മേഖലകളിൽ വിജയം നേടിയ വിദ്യാർത്ഥികളെയും അനുമോദിച്ചു. സി ജോസഫ് ക്ലാസ് എടുത്തു. ജോർജ് തയ്യിൽ, മാഹിൻ കോളിക്കര, തോമസ് കളനാട്, ഗിരീഷ് ജിമേനി, പ്രണവം അശോകൻ, A സുബൈർ, A ഹമീദ് ഹാജി തുടങ്ങിയവർ സംസാരിച്ചു. CA പീറ്റർ സ്വാഗതവും M വിനോദ് നന്ദിയും പറഞ്ഞു. സർവീസിൽ നിന്നും വിരമിക്കുന്ന അധ്യാപകർക്ക് യാത്രയയപ്പ് നൽകി. KSTA ഹോസ്ദുർഗ് ഉപജില്ലാ കമ്മിറ്റിയാണ് യാത്രയയപ്പ് പരിപാടി സംഘടിപ്പിച്ചത്. സർവീസിൽ നിന്നും വിരമിക്കുന്ന അധ്യാപകർക്ക് KSTA ഹോസ്ദുർഗ് മേഖലാ കമ്മിറ്റി യാത്രയയപ്പ് നൽകി. ഹോസ്ദുർഗ് GHSSലാണ് യാത്രയയപ്പ് സമ്മേളനം സംഘടിപ്പിച്ചത്. CPIM ജില്ലാ കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് P അപ്പുക്കുട്ടൻ യാത്രയയപ്പ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. അധ്യാപകന് സമൂഹത്തിലുള്ള സ്ഥാനമാണ് അത് സൂചിപ്പിക്കുന്നത്. മറ്റ് ജോലി പോലെയല്ല അധ്യാപനം. സമൂഹത്തിൽ വലിയ സ്ഥാനം അധ്യാപകന് ഉണ്ട് എന്നുള്ളത് നമ്മൾ അംഗീകരിക്കേണ്ടുന്നൊരു സംഗതി തന്നെയാണ്. സാന്ദർഭികമായി പറയട്ടെ, പലരും എന്നെ മാഷ് എന്ന് വിളിക്കാറുണ്ട്. ലൈബ്രറി കൗൺസിലിൻ്റെ, ഗ്രന്ഥശാല സംഘത്തിൻ്റെ പ്രവർത്തനത്തിൽ എൻ്റെ സഹപ്രവർത്തകരായിട്ടുള്ള പനയൽ മാഷ്, കുഞ്ഞാം മാഷ്, ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന ദിലീപ് മാഷ്, ഇവരെല്ലാം മാഷന്മാരാണ്. അതുകൊണ്ട് ഞാനും മാഷായിട്ട്, ഞാൻ മാഷല്ല എന്ന് പറയാറില്ല. ഞാനത് സന്തോഷത്തോടു കൂടി അത് സ്വീകരിക്കുകയാണ്. കാരണം അധ്യാപകൻ ആയിട്ട് കാണുന്നത് അത് നല്ല കാര്യം തന്നെ. സബ് ജില്ലാ പ്രസിഡന്റ് P രവി അധ്യക്ഷനായി. KSTA സംസ്ഥാന കമ്മിറ്റി അംഗം CM മീനാകുമാരി, P ദിലീപ് കുമാർ, KV രാജേഷ്, KV ഗോവിന്ദൻ, P ബാലകൃഷ്ണൻ നമ്പ്യാർ, അന്നമ്മ ആൻഡ്രൂസ്, TK വേണുഗോപാലൻ, P സുമതി, NP പ്രേമരാജൻ, AJ ആൻഡ്രൂസ്, AV നാരായണൻ, M ഗംഗാധരൻ, P കൃഷ്ണൻ, MM സുശീല, KM കേശവ, AV കമലം, P സദാരമ, P നാരായണൻ, K ദാമോദരൻ, C കാഞ്ചനവല്ലി എന്നിവർ സംസാരിച്ചു. സബ് ജില്ലാ സെക്രട്ടറി CK വിജയകുമാർ സ്വാഗതവും KV വിജയൻ നന്ദിയും പറഞ്ഞു. ബേക്കൽ ഉപജില്ലയിൽ നിന്നും വിരമിക്കുന്ന അധ്യാപകർക്ക് യാത്രയയപ്പ് നൽകി. GSTU ഉപജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് യാത്രയയപ്പ് നൽകിയത്. ബേക്കൽ ഉപജില്ലയിലെ വിവിധ വിദ്യാലയങ്ങളിൽ നിന്നും വിരമിക്കുന്ന KJ തോമസ്, O രാജഗോപാലൻ, PV രാധ, VK പത്മാവതി, KV വാസന്തി എന്നിവർക്കാണ് GSTU ബേക്കൽ ഉപജില്ലാ കമ്മിറ്റി യാത്രയയപ്പ് സംഘടിപ്പിച്ചത്. GSTU സംസ്ഥാന ട്രഷറർ TK ഐവുജീൻ യാത്രയയപ്പ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. കടന്നു ഒക്കെ പോയി മെമ്പർഷിപ്പ് ചേർത്തിരുന്ന ആളുകളുണ്ട്. ചെറുപുത്ര സബ് ജില്ലയിലും അതുപോലെ വേലപ്പാടി, പാണ്ടി, ആദൂർ മുതലായ സ്ഥലങ്ങളിലുമൊക്കെ സംഘടനാ പ്രവർത്തനം എന്ന് പറയുന്ന വളരെ ദുഷ്കരമായ ഒരു കാലഘട്ടം മുൻപുണ്ടായിരുന്നു. മുള്ളുപിരിച്ച ഒരു പാതയായിരുന്നു പണ്ട് സംഘടനാ പ്രവർത്തനമെങ്കിൽ ഇന്ന് പല സൗകര്യങ്ങൾ, ഗതാഗത സൗകര്യങ്ങൾ ഒട്ടേറെയുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് സംഘടനാ പ്രവർത്തനത്തിന് അത്ര ബുദ്ധിമുട്ടുകളൊന്നുമില്ല. ഇവര് വിശ്രമ ജീവിതത്തിലാവും. അത് പാടില്ല. ഇവരെ സംബന്ധിച്ച് തിരക്കേറിയ ഒരു വിശ്രമ ജീവിതമാണ് നമ്മൾ ആശംസിക്കുക. കാരണം രാഷ്ട്രീയ, സാമൂഹ്യ, സാംസ്കാരിക മണ്ഡലങ്ങളിലൊക്കെ പ്രവർത്തിക്കുവാനുള്ള ഈ പിരിയുന്നവരാരും ഇവരൊക്കെ ചെറുപ്പമാണ്. എനിക്ക് തോന്നുന്നു എന്നേക്കാൾ ചെറുപ്പമായിട്ടൊരാൾ. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം C രാജൻ ആദര പ്രഭാഷണം നടത്തി. GSTU സംസ്ഥാന സെക്രട്ടറി K സരോജിനി, MJ പ്രദീപ് ചന്ദ്രൻ, ജില്ലാ പ്രസിഡന്റ് കുഞ്ഞിക്കണ്ണൻ കരിശ്ശേരി, GSTU ജില്ലാ സെക്രട്ടറി K അനിൽകുമാർ,
ജില്ലാ ട്രഷറർ കെ രാജീവൻ, വനിതാ ഫോറം ജില്ലാ കൺവീനർ എ തങ്കമണി, ഒ രജിത, പി കെ ഹരിദാസ് തുടങ്ങിയവർ സംസാരിച്ചു. ചടങ്ങിൽ SSLC+2 പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു. CK വേണു, B സീതാരാമൻ, ഗോപി കാരാക്കോട് തുടങ്ങിയവർ സംബന്ധിച്ചു. കയ്യൂർ രക്തസാക്ഷികൾക്ക് സ്മരണാഞ്ജലി. കമ്മ്യൂണിസ്റ്റ് കർഷക പ്രസ്ഥാനം നടത്തിയ പോരാട്ടത്തിന്റെ സ്മരണ പുതുക്കാൻ കയ്യൂരിൽ ആയിരങ്ങളെത്തി. മഠത്തിലപ്പു, കോയിത്താറ്റിൽ ശ്രീകണ്ഠൻ, പൊടേര കുഞ്ഞമ്പു നായർ, പള്ളിക്കൽ അബൂബക്കർ എന്നീ 4 രക്തസാക്ഷികളുടെ പോരാട്ടവീര്യം നിറഞ്ഞ സ്മരണകൾ പുതുക്കാൻ ആയിരങ്ങളെത്തി. കയ്യൂർ രക്തസാക്ഷി സ്മൃതി മണ്ഡപത്തിൽ PT കുഞ്ഞമ്പുവും സമ്മേളന നഗരിയിൽ സംഘാടക സമിതി ചെയർമാൻ PA നായരും പതാക ഉയർത്തിയതോടെയാണ് ദിനാചരണ പരിപാടികൾക്ക് തുടക്കം കുറിച്ചത്. വൈകിട്ട് ഉദയഗിരി, ചായൂത്ത് എന്നിവിടങ്ങൾ കേന്ദ്രീകരിച്ച് ചുവപ്പുവാൾനിർമാരുടെ അകമ്പടിയോടെ പൊതുപ്രകടനം ആരംഭിച്ചു. നിരവധി പേർ പ്രകടനത്തിൽ അണിനിരന്നു. തുടർന്ന് നടന്ന അനുസ്മരണ സമ്മേളനം CPM കേന്ദ്ര കമ്മിറ്റി അംഗം A വിജയരാഘവൻ ഉദ്ഘാടനം ചെയ്തു. അപകടകരമായ, വിനാശകരമായ, മനുഷ്യനെ ഭിന്നിപ്പിക്കുന്ന, വളരെ കപടമായ ഭാവങ്ങളോട് കൂടിയ അപകടകരമായ അതിതീവ്ര ഹിന്ദുത്വം നമ്മുടെ സമൂഹത്തിൽ പാവപ്പെട്ടവന്റെ ജീവിതത്തിനു നേരെ വലിയ കടന്നാക്രമണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. മനുഷ്യന്റെ ചിന്തയിൽ, ബോധത്തിൽ ഏറ്റവും വലിയ പരിവർത്തനം വന്നത് എപ്പോഴാണ്? ശാസ്ത്ര സാങ്കേതിക മുന്നേറ്റങ്ങളുടെ ഒരു കാലത്താണ്. ഒരു പ്രത്യശാസ്ത്രം എന്നുള്ള നിലയ്ക്ക് മാർസലെനിസം എന്ന ശാസ്ത്രീയ ആശയം രൂപപ്പെടാനിടയായത് സമൂഹത്തെ യുക്തിഭദ്രമായി നോക്കിക്കാണാനുള്ള ശാസ്ത്ര വളർച്ച നേടിയപ്പോഴാണ്. ശാസ്ത്രത്തിന്റെ വളർച്ച, സാങ്കേതിക വിദ്യയുടെ വളർച്ചയെ, ശാസ്ത്രത്തിന്റെ വളർച്ച സാങ്കേതിക വിദ്യയുടെ വളർച്ചയാവുന്നത് ശാസ്ത്രത്തെ ഉപയോഗപ്പെടുത്തി മനുഷ്യജീവിതത്തിന്റെ സൗകര്യങ്ങളെയും ഗതിവേഗം വർദ്ധിപ്പിക്കുന്ന സമീപനങ്ങളെയും സ്വീകരിക്കാനാകുമ്പോഴാണ്. ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം M രാജഗോപാലൻ അധ്യക്ഷനായി. P കരുണാകരൻ MP, KP സതീഷ് ചന്ദ്രൻ, K കുഞ്ഞിരാമൻ MLA, KP വത്സലൻ, MV ബാലകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. T ദാമോദരൻ സ്വാഗതം പറഞ്ഞു. തുടർന്ന് കോഴിക്കോട് നവചേതന റെഡ് ഫൈറ്റേഴ്സ് തിയേറ്റേഴ്സ് ഗ്രൂപ്പിന്റെ തീക്കനൽ നാടകവും അരങ്ങേറി. പാർക്കോ അതിയാമ്പൂരിന്റെ രജത ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി സംസ്ഥാന ക്ലബ്ബ് ഫുട്ബോൾ മേള ഏപ്രിൽ 2 നടത്തും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ അറിയിച്ചു. പാർക്കോ സെവൻസ് 2015 ഫുട്ബോൾ മേളയുടെ ലാഭവീതം അതിയാമ്പൂർ പ്രദേശത്ത് സമഗ്ര ഇൻഷുറൻസ് പദ്ധതി നടപ്പിലാക്കുന്നതിനായി വിനിയോഗിക്കാനാണ് തീരുമാനം. ഏപ്രിൽ 2 മുതൽ 19 വരെയാണ് സംസ്ഥാന ക്ലബ്ബ് ഫുട്ബോൾ മേള നടക്കുന്നത്. ടൂർണമെന്റ് പ്രശസ്ത ഫുട്ബോൾ താരം IM വിജയൻ ഉദ്ഘാടനം ചെയ്യും. ഫുട്ബോൾ മേളയുമായി ബന്ധപ്പെട്ട മറ്റ് കാര്യങ്ങളിൽ ഇതിൻ്റെ നടത്തിപ്പിൻ്റെ പ്രധാനപ്പെട്ട ഭാരവാഹിയായിട്ടുള്ള വിജയകൃഷ്ണ മാഷ് കളിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം ഇവിടെ വിശദീകരിക്കും. ഇതിൻ്റെ ടിക്കറ്റ് വെച്ചിട്ടാണ് കളി ഞങ്ങൾ സംഘടിപ്പിക്കുന്നത്. ഇതിൽ നിന്ന് മിച്ചം കിട്ടുന്ന കാശ് അതിയാമ്പൂർ പ്രദേശത്തെ ജനങ്ങളെ, പാവപ്പെട്ട ജനങ്ങളെ സഹായിക്കാൻ, പ്രത്യേകിച്ച് രോഗികളെ സഹായിക്കാൻ അവിടെ പ്രത്യേക ഇൻഷുറൻസ് പദ്ധതി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ആലോചിക്കുന്നുണ്ട്. വാർത്താ സമ്മേളനത്തിൽ സംഘാടക സമിതി ഭാരവാഹികളായ VV രമേശൻ, വേണു കോടോത്ത്, വിജയകൃഷ്ണൻ, MK ബാലൻ, B രാജൻ, B സുകുമാരൻ, B ബാബു, ജയൻ വെള്ളിക്കോത്ത്, B ഗംഗാധരൻ, VV ബാലകൃഷ്ണൻ, T വിനോദ് തുടങ്ങിയവർ സംബന്ധിച്ചു. കേരള സംസ്ഥാന യുവജനക്ഷേമ ബോർഡ് കണ്ണൂരിലെ ദേശീയ സാഹസിക അക്കാദമി ഉപകേന്ദ്രവുമായി സഹകരിച്ച്
റാണിപുരത്തേക്ക് സാഹസിക പഠനയാത്ര സംഘടിപ്പിച്ചു. സാഹസിക യാത്ര വെള്ളരിക്കുണ്ട് സർക്കിൾ ഇൻസ്പെക്ടർ TP സുമേഷ് ഉദ്ഘാടനം ചെയ്തു. ഈ കാലഘട്ടത്തിൽ രാവിലെ വീട്ടിൽ നിന്നും ഇറങ്ങുന്ന നാം അതിസാഹസിക യാത്രയാണ് നടത്തുന്നതെങ്കിലും പാരിസ്ഥിതിക പഠനവും വ്യക്തിത്വ വികസനവും ആരോഗ്യ സംരക്ഷണവും ലക്ഷ്യം വെച്ചുള്ള യുവജനക്ഷേമ ബോർഡിന്റെ സാഹസിക യാത്ര പ്രാധാന്യമർഹിക്കുന്നതാണെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. വളരെ മനോഹരമായ ഒരു ലക്ഷ്യവുമായാണ് നിങ്ങൾ 40ഓളം പേർ ഇന്ന് ഈ പ്രദേശത്ത് എത്തിയിട്ടുള്ളത്. കാസർഗോഡ് ജില്ലയിൽ ടൂറിസ്റ്റുകൾ വരുമ്പോൾ എന്തൊക്കെയുണ്ട് കാണാൻ സ്ഥലം എന്ന് ചോദിച്ചാൽ ആകെ 2 ഉത്തരമാണ് പറയാനുള്ളത്. ഒന്ന് ബേക്കലും ഒന്ന് റാണിപുരം. വളരെ അപൂർവമായ സ്ഥലങ്ങളാണ്, ടൂറിസ്റ്റ് സാധ്യതയുള്ള 2 സ്ഥലങ്ങളിൽ. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അല്ലെങ്കിൽ മുൻഗണനയിലുള്ള ഏറ്റവും 2 സ്ഥലങ്ങളാണ്. ഒന്ന് ബേക്കൽ, രണ്ടാമത്തേത് റാണിപുരം. യുവജനക്ഷേമ ബോർഡ് ജില്ലാ ഓഫീസർ ബേബി പ്രണിത അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് കോർഡിനേറ്റർ രാധാകൃഷ്ണൻ, ഫോറസ്റ്റ് ഗാർഡ് രമേശൻ, വനം സംരക്ഷണ സമിതി പ്രസിഡന്റ് S മധുസൂദനൻ, ജയറാം എന്നിവർ സംസാരിച്ചു. തുടർന്ന് പാരിസ്ഥിതിക പ്രതിജ്ഞ, പ്രകൃതിയെ അറിയുക, ആരോഗ്യ സംരക്ഷണം എന്നീ വിഷയത്തിൽ പാരിസ്ഥിതിക പ്രവർത്തകൻ നിർമ്മൽ മാസ്റ്റർ ക്ലാസ് എടുത്തു. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലെ വിവിധ സ്ഥലങ്ങളിൽ നിന്നും എത്തിയ 30ഓളം പേർ സാഹസിക യാത്രയിൽ പങ്കെടുത്തു. രാവണേശ്വരം പാലിയേറ്റീവ് കെയർ സൊസൈറ്റിയുടെ ഉദ്ഘാടനം നടന്നു. ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിച്ചു. രോഗങ്ങൾ തളർത്തിയവർക്ക് ആശ്വാസമാവുക എന്ന ലക്ഷ്യവുമായാണ് രാവണേശ്വരം പാലിയേറ്റീവ് കെയർ സൊസൈറ്റി രൂപീകരിച്ചത്. ദേശാഭിമാനി ഗ്രന്ഥാലയത്തിന്റെ മേൽക്കൈയോടെയാണ് രാവണേശ്വരം പാലിയേറ്റീവ് കെയർ സൊസൈറ്റി രൂപീകരിച്ചത്. പാലിയേറ്റീവ് കെയർ സൊസൈറ്റി ഉദ്ഘാടനം P കരുണാകരൻ MP നിർവഹിച്ചു. പല മേഖലകളിലും പല രീതികളിലും അതിൻ്റെ പ്രവർത്തനം നടന്നു വരികയും ചെയ്യുന്നു. ചില സ്ഥലങ്ങളിൽ ക്ലബ്ബുകൾ മുൻകൈയെടുത്തുകൊണ്ട് നടക്കുന്നുണ്ട്. ചില സ്ഥലങ്ങളിൽ ചാരിറ്റബിൾ സൊസൈറ്റി ആക്ട് അനുസരിച്ച് രജിസ്റ്റർ ചെയ്ത് നടത്തുന്നുണ്ട്. പാലിയേറ്റീവ് കെയർ സൊസൈറ്റി പ്രസിഡന്റ് B ബാലകൃഷ്ണൻ അധ്യക്ഷനായി. VV രമേശൻ, വിനോദ് കുമാർ പള്ളിയിൽ വീട്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം P മിനി, പഞ്ചായത്ത് അംഗങ്ങളായ P കാര്യമ്പു, PA ശകുന്തള, K ബിന്ദു, M ബാലകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. പാലിയേറ്റീവ് കെയർ സൊസൈറ്റി സെക്രട്ടറി K സനീഷ് സ്വാഗതം പറഞ്ഞു. കാസർഗോഡ് ഇനീഷ്യേറ്റീവ് ഇൻ പാലിയേറ്റീവ് കെയർ സെക്രട്ടറി B അജയ്കുമാർ ബോധവൽക്കരണ ക്ലാസ് എടുത്തു. മലയോര മേഖലയ്ക്ക് വികസന പ്രതീക്ഷയേകി പരപ്പ പഞ്ചായത്തിന്റെ പ്രാരംഭ പ്രവർത്തനങ്ങൾ തുടങ്ങി. അടുത്ത കേരളപ്പിറവി ദിനത്തിൽ നിലവിൽ വരും വിധമാണ് നടപടികൾ പുരോഗമിക്കുന്നത്. പരപ്പ പഞ്ചായത്ത് നിലവിൽ വരുന്നതോടെ നീണ്ട 20 വർഷക്കാലത്തെ മുറവിളിക്കാണ് പരിഹാരമാകുന്നത്. മലയോര മേഖലയ്ക്ക് ആഹ്ലാദിക്കാൻ ഉതകുന്ന രീതിയിൽ കഴിഞ്ഞ 4-5 വർഷമായി വികേന്ദ്രീകരണത്തിൻ്റെ ഒരു പ്രക്രിയയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, പരപ്പ ബ്ലോക്ക് പഞ്ചായത്ത് 2010 രൂപീകൃതമായി. അതിനുശേഷം വെള്ളരിക്കുണ്ട് താലൂക്ക്, മലയോര താലൂക്ക് രൂപീകരിച്ച് പ്രവർത്തനം തുടങ്ങിക്കഴിഞ്ഞു. വീണ്ടും ഒരു ആഹ്ലാദത്തിൻ്റെ, ഒരു പ്രതീക്ഷയുടെ, പ്രത്യാശയുടെ ഒരു വക നൽകിക്കൊണ്ട് പരപ്പ പഞ്ചായത്ത് 2 ദശാബ്ദത്തെ മുറവിളിക്ക് പരിഹാരം എന്ന നിലയിൽ പരപ്പ പഞ്ചായത്ത് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. കിനാനൂർ കരിന്തളം പഞ്ചായത്തിൻ്റെ 6 വാർഡുകൾ ഉൾപ്പെടും. അതുപോലെ തന്നെ വളാൽ പഞ്ചായത്തിൻ്റെ 2 വാർഡുകൾ ഉൾപ്പെടും. അതുപോലെ തന്നെ കോടം വേളൂർ പഞ്ചായത്തിൻ്റെ 2-3 വാർഡുകൾ ഉൾപ്പെടെ വളരെ നല്ല ഒരു പ്രാദേശിക സന്തുലനത്തോടെയാണ് പരപ്പ പഞ്ചായത്ത് രൂപീകരിച്ചത്. പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളും ചെറുകിട കർഷകരും കർഷക തൊഴിലാളികളും തിങ്ങിപ്പാർക്കുന്ന മേഖലകളെ വികസനത്തിന്റെ വെള്ളി വെളിച്ചത്തിലേക്ക് എത്തിക്കും വിധമാണ് പഞ്ചായത്ത് രൂപീകരണം. ഇതിനുള്ള ഔദ്യോഗിക നടപടികൾ അവസാന ഘട്ടത്തിലാണ്. ന്യൂസ് ബ്യൂറോ, ചോയ്യങ്കോട്. പെരളത്ത് വയൽ അരയാൽ കീഴിൽ ചാമുണ്ടിയമ്മ വിഷ്ണുമൂർത്തി ദേവസ്ഥാനത്തെ വയൽക്കോല ഉത്സവം 25-ന് ആരംഭിക്കും. ആദ്യ ഫണ്ട് ഏറ്റുവാങ്ങി. പേരളത്ത് വയൽ അരയാൽ കീഴിൽ ചാമുണ്ടിയമ്മ വിഷ്ണുമൂർത്തി ദേവസ്ഥാനത്തെ വയൽക്കോല മഹോത്സവം ഏപ്രിൽ 25-26 തീയതികളിൽ നടക്കും. 25-ന് രാവിലെ പ്രതിഷ്ഠാദിന ചടങ്ങും നാഗപ്രതിഷ്ഠാദിന ചടങ്ങുകളും നടക്കും. 26-ന് രാവിലെ 10 മണിക്ക് ചാമുണ്ടിയമ്മയുടെ ദൈവക്കോലം അരങ്ങിലെത്തും. 11 മണിക്ക് വിഷ്ണുമൂർത്തി, ഉച്ചയ്ക്ക് 12 മണിക്ക് കൂളിയാൽ മരത്തിങ്കാൽ ഗുളികനും അരങ്ങിലെത്തും. തുടർന്ന് അന്നദാനവും നടക്കും. വയൽക്കോല ഉത്സവത്തിന്റെ ആദ്യ ഫണ്ട് പെരളത്തെ KV കൃഷ്ണനിൽ നിന്നും ആഘോഷ കമ്മിറ്റി ചെയർമാൻ സരസൻ ഏറ്റുവാങ്ങി. ദേവസ്ഥാന കമ്മിറ്റി അംഗം ജനാർദ്ദനൻ നായർ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. അതിൻ്റെ
ഭാഗമായിട്ടുള്ള ഉത്സവ പരിപാടികൾ വിജയിപ്പിക്കേണ്ടതിൻ്റെ ആവശ്യകതയിലേക്കും അതുപോലെ ഈ ചടങ്ങിന് ആവശ്യമായ ഫണ്ട് അല്ലെങ്കിൽ സംഭാവന ഉദ്ഘാടനം ചെയ്തിരിക്കുന്ന ഒരു വേദിയാണ്. ദേവസ്ഥാന കമ്മിറ്റി പ്രസിഡന്റ് കുഞ്ഞിക്കണ്ണൻ, ആഘോഷ കമ്മിറ്റി ചെയർമാൻ കുഞ്ഞികൃഷ്ണൻ, ദേവസ്ഥാന കമ്മിറ്റി സെക്രട്ടറി മോഹൻദാസ്, ആഘോഷ കമ്മിറ്റി ഖജാൻജി രാമചന്ദ്രൻ വടക്കിനിയിൽ എന്നിവർ സംസാരിച്ചു. ആഘോഷ കമ്മിറ്റി ജോയിന്റ് കൺവീനർ ഹരീഷ് പെരളം സ്വാഗതം പറഞ്ഞു. വടക്കിന്റെ വസന്തോത്സവമായ പൂരോത്സവം സമാപനത്തിലേക്ക് അടുക്കവേ നാടെങ്ങും പൂവിളിയുടെ ആരവം. മർത്തുകളിയുടെ ആവേശത്തിലാണ് പൂരക്കളി പന്തലുകൾ. പൂരോത്സവ തുടക്കത്തിൽ ആഘോഷത്തിലെ ദിവസഭേദങ്ങൾ മൂലം കുട്ടികളുടെ പൂർണ്ണ പങ്കാളിത്തം ഉണ്ടാകുന്നില്ല. എന്നാൽ പൂരോത്സവം പകുതി പിന്നിട്ടതോടെ നാടെങ്ങും പൂവിളികളുടെ ആരവത്തിലായി. പരീക്ഷകൾ സമാപിച്ച് തിങ്കളാഴ്ച സ്കൂളുകൾ വേനലവധിക്ക് പിരിയാനിരിക്കെ ഗ്രാമീണ മേഖലയിൽ പൂരപ്പൂക്കൾ തേടി നടക്കുന്ന കുരുന്നുകളുടെ സജീവ സാന്നിധ്യം ദൃശ്യമാണ്. തറവാടുകളിലും സമുദായ സ്ഥാനങ്ങളിലും പൂരക്കുഞ്ഞുങ്ങൾ പൂവിടനെത്തുന്നു. ചായോത്ത്, കണിയാട, കാവുന്തലക്കാൽ തറവാട്ടിൽ ഞായറാഴ്ച നിരവധി കുട്ടികൾ പൂവിടനെത്തി. പടിഞ്ഞാറ്റിയിലും കിണറ്റിൻകരയിലും മെടഞ്ഞ ഓലക്കീറിൽ പൂക്കൾ അർപ്പിച്ച് പൂവിളി ഉയർത്തി. പൂരംകുളി ദിവസം കാമദേവ രൂപം തീർക്കാനുള്ള പൂക്കൾക്കുള്ള അന്വേഷണമാണ് ഇനിയുള്ള ദിവസങ്ങളിൽ. ദേവാംഗനാകുല ശിരോമണിരംഭമുന്നം ദേവാലയേ സരസ വിക്രമത്തിൽ പൂവാളിരാഗമതു പാടി നടിച്ച പോലുൾഭാവാനുകൂലമതു ഒന്നു കളിച്ചിടാം ഞാൻ. ക്ഷേത്രങ്ങളിലെയും സമുദായ സ്ഥാനങ്ങളിലെയും പൂരോത്സവ പന്തലുകളാകട്ടെ മറത്തുകളിയുടെ ആവേശത്തിമിർപ്പിലാണ്. ശാസ്ത്ര ചർച്ചകളും പൂരക്കളിയുടെ ചടുലതയും സമ്മേളിക്കുന്ന പൂരക്കളി പന്തലുകളിലേക്ക് നിരവധി പേർ കാണികളായും എത്തുന്നുണ്ട്. ഏപ്രിൽ 2 പൂരംകുളിയോടെ ഉത്സവം സമാപിക്കും. അരവത്ത് മട്ടേങ്ങാനം പൂവാണംകുഴി ക്ഷേത്രത്തിലെ പൂരോത്സവത്തിന്റെ ഭാഗമായി വിദ്യാർത്ഥികളുടെ അരങ്ങേറ്റം നടന്നു. നാട്യ സ്കൂൾ ഓഫ് ഡാൻസിന്റെ നേതൃത്വത്തിലാണ് നൃത്തം അഭ്യസിപ്പിച്ചത്. അരവത്ത് മട്ടേങ്ങാനം ശ്രീ പൂവാണംകുഴി ക്ഷേത്രത്തിലെ പൂരോത്സവത്തിന്റെ ഭാഗമായി നാട്യ സ്കൂൾ ഓഫ് ഡിവിഷന്റെ ആഭിമുഖ്യത്തിൽ വിദ്യാർത്ഥികളുടെ അരങ്ങേറ്റം നടന്നു. നിരവധി വിദ്യാർത്ഥികൾ അരങ്ങേറ്റത്തിൽ പങ്കെടുക്കാനെത്തി.
രക്ഷിതാക്കളുടെയും നാട്ടുകാരുടെയും സാന്നിധ്യത്തിലായിരുന്നു അരങ്ങേറ്റം നടന്നത്. സവിതാ സതീഷിന്റെ നേതൃത്വത്തിലാണ് ഡാൻസ് പഠിപ്പിച്ചത്. ദക്ഷിണേന്ത്യയിലെ പ്രമുഖ തീർത്ഥാടന കേന്ദ്രങ്ങളിലൊന്നായ ഉള്ളാൾ സയ്യിദ് മുഹമ്മദ് ഷെരീഫുൽ മദനി ഉറൂസ് മുബാറക്കിന് ഏപ്രിൽ 2 തുടക്കം കുറിക്കും. 24 ദിവസം നീണ്ടു നിൽക്കുന്ന പരിപാടിക്കുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഉള്ളാൾ സയ്യിദ് മുഹമ്മദ് ഷെരീഫുൽ മദനി ഉറൂസ് മുബാറക്കിന് ഏപ്രിൽ 2 തുടക്കം കുറിക്കും. 24 ദിവസം നീണ്ടു നിൽക്കുന്ന മതപ്രഭാഷണ പരമ്പരയും വ്യത്യസ്തമായ പരിപാടികളും നടക്കും. 26 ലക്ഷങ്ങൾക്ക് അന്നദാനം ചെയ്യുന്നതോടെ ഉറൂസ് സമാപിക്കും. നവീകരിച്ച മസ്ജിദ് ഉദ്ഘാടനം, സമൂഹ സിയാറത്ത്, താജുൽ ഉലമ അനുസ്മരണം, ദിക്ർ ഹൽക്ക, ഉദ്ഘാടന സമ്മേളനം, ദേശീയോദ്ഗ്രഥന സമ്മേളനം, അന്താരാഷ്ട്ര വിദ്യാർത്ഥി സമ്മേളനം, മഹൽ ജമാഅത്ത് സംഗമം, സനദ്ദാന സമ്മേളനം, മൗലിദ് പാരായണം, മദ്നി സംഗമം, മതപ്രഭാഷണ പരമ്പര, സന്തൽ ഘോഷയാത്ര തുടങ്ങി 10ലേറെ വൈവിധ്യമാർന്ന പരിപാടികളാണ് ഉറൂസിനോടനുബന്ധിച്ച് ഒരുക്കിയിരിക്കുന്നത്. രാജ്യത്തെ പ്രമുഖ പണ്ഡിതരും ആത്മീയ നായകരും പ്രഭാഷണം നടത്തും. ദേശീയ സംസ്ഥാന മന്ത്രിമാരും ഗവർണറും ഉന്നത വ്യക്തികളും വിവിധ പരിപാടികളിൽ സംബന്ധിക്കും. ഏപ്രിൽ 2 രാവിലെ 11 മണിക്ക് ഉള്ളാൾ സംയുക്ത ജമാഅത്ത് കാസി സയ്യിദ് ഫസൽ കോയമ്മ തങ്ങൾ നവീകരിച്ച പള്ളിയുടെ ഉദ്ഘാടനം നിർവഹിക്കുന്നതോടെ ഉറൂസിന് തുടക്കം കുറിക്കും. 24 വെള്ളിയാഴ്ച നടക്കുന്ന രാഷ്ട്രീയ സാംസ്കാരിക സമ്മേളനം കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ ഉദ്ഘാടനം ചെയ്യും. കേന്ദ്രമന്ത്രി സദാനന്ദ ഗൌഡ, കർണാടക ആഭ്യന്തരമന്ത്രി KJ ജോർജ് തുടങ്ങിയവർ സംബന്ധിക്കുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. ഏപ്രിൽ 2 രാവിലെ 11 മണിക്ക് കാളി സയ്യിദ് ഫസൽ കോയമ്മ തങ്ങൾ പള്ളിയുടെ ഉദ്ഘാടനം നിർവഹിക്കും. അന്ന് വൈകിട്ടാണ് ഉറൂസിന്റെ ഉദ്ഘാടന പരിപാടി നടക്കുക. കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ, E സുലൈമാൻ മുസ്ലിയാർ, കുമ്പൂൽ KSR തങ്ങൾ തുടങ്ങിയ പണ്ഡിതന്മാരും അതുപോലെ തന്നെ രാഷ്ട്രീയ സാമൂഹ്യ രംഗത്തുള്ള പ്രമുഖ വ്യക്തിത്വങ്ങൾ സംബന്ധിക്കുന്നുണ്ട്. ഹാജി US അംസ, അനീഫ ആജി, പള്ളങ്കോട് അബ്ദുൽ ഖാദർ മദനി, കന്തൽ സൂഫി മദനി തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ സംബന്ധിച്ചു. സെൽഫി ജെൻസ് ബ്യൂട്ടി പാർലർ ആൻഡ് ഹെയർ ഡ്രസ്സസ് പ്രവർത്തനം തുടങ്ങി. ബ്രദേഴ്സ് ഫുഡ്വെയറിന് സമീപമാണ് സ്ഥാപനം പ്രവർത്തനം ആരംഭിച്ചത്. സെൽഫി ജെൻസ് ബ്യൂട്ടി പാർലർ ആൻഡ് ഹെയർ ഡ്രസ്സസ് പ്രവർത്തനം ആരംഭിച്ചു. നഗരസഭാ കൗൺസിലർ ബേബി ഉദ്ഘാടനം ചെയ്തു. കാഞ്ഞങ്ങാട് ദേവൻ ലിങ്ക് റോഡിൽ ബ്രദേഴ്സ് ഫുഡ്വെയറിന് സമീപത്താണ് സ്ഥാപനം പ്രവർത്തിക്കുന്നത്. ചടങ്ങിൽ നിരവധി പേർ പങ്കെടുത്തു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. വികലാംഗർ നേരിടുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സർക്കാർ മുൻകൈയെടുക്കുമെന്ന് മന്ത്രി KP മോഹനൻ. ഡിഫറൻഷ്യലി ഏബിൾഡ് വെൽഫെയർ സെന്റർ ജില്ലാ സമ്മേളനം കാസർഗോഡ് നടന്നു. നിർമ്മാണ മേഖലയിലെ പ്രതിസന്ധി, നിർമ്മാണ തൊഴിലാളി ഫെഡറേഷൻ CITU ലേബർ ഓഫീസിലേക്ക് മാർച്ച് നടത്തി. കാഞ്ഞങ്ങാട്ടെ വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ കുടുംബസംഗമം നടന്നു. നയാബസാറിലെ തീപിടുത്തം സാഹസികമായി നേരിട്ട മുരളീധരനെ ആദരിച്ചു. സർവീസിൽ നിന്നും വിരമിക്കുന്ന അധ്യാപകർക്ക് വിവിധ അധ്യാപക സംഘടനകളുടെ ആദരം. സാന്ത്വന ചികിത്സാ രംഗത്ത് കൈത്താങ്ങൊരുക്കാൻ രാവണേശ്വരം പാലിയേറ്റീവ് കെയർ സൊസൈറ്റി നിലവിൽ വന്നു. പാർക്കോ ക്ലബിന്റെ രജത ജൂബിലി ആഘോഷം. സംസ്ഥാന ക്ലബ്ബ് ഫുട്ബോൾ മേള 2 തുടങ്ങും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ. പെരളത്ത് വയൽ അരയാൽ കീഴിൽ ചാമുണ്ടിയമ്മ വിഷ്ണുമൂർത്തി ദേവസ്ഥാനം വയൽക്കോല മഹോത്സവത്തിനൊരുങ്ങി ആദ്യ ഫണ്ട് ശേഖരിച്ചു. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.